ഗാന്ധിയെ ചെന്ന് കാണുന്നു, പിന്നെ ഗാന്ധി രംഗത്തെത്തുന്നു. വളരെ മടിച്ചാണ് ഗാന്ധി രംഗത്തെത്തുന്നത്. ഗാന്ധിയൻ സമരം മുമ്പോട്ടെടുക്കുന്നു. അതിൽ കേളപ്പൻ, കേശവമേനോൻ പോലുള്ളവരുണ്ട്. ഒരു ഘട്ടത്തിൽ പിന്നീട് മാർക്സിസ്റ്റുകായി മാറിയ ഒരുപാട് നേതാക്കൾ അതിൽ സംബന്ധിച്ചുണ്ട്. 3 വർത്തമാന പത്രങ്ങൾ വൈക്കം സമരത്തിന് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയതാണ്. പിന്നെ അതിൽ ഒരു 6 മാസത്തോളം EV രാമസ്വാമി നായക്കർ വന്ന് പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം ജയിലിൽ പോയി. അദ്ദേഹം വളരെ ശക്തമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അതിലില്ലെന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് അതിനുശേഷം പിന്നെയും അദ്ദേഹം EV രാമസ്വാമി നായക്കർ തമിഴ്നാട്ടിൽ മടങ്ങിയതിന് ശേഷം പിന്നെയും 1.5 കൊല്ലം സമരം മുമ്പോട്ട് പോവുകയും പിന്നെ ഗാന്ധി വരികയും പിന്നെ കേണൽ പിറ്റ് അതിൽ ഇടപെടുകയും മന്നത്ത് പത്മനാഭനും നാരായണഗുരു രംഗത്ത് വരികയും അതിനുശേഷം ഉടമ്പാടുണ്ടാകുകയും ചെയ്തു. പക്ഷേ തമിഴ്നാട്ടിൽ വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത്, നടത്തിയത്, വിജയിപ്പിച്ചത് ഒരാൾ മാത്രമാണ്. ഇതാണ് ചരിത്രം, പുസ്തകത്തിലെ ചരിത്രം. അങ്ങനെ അല്ല എന്നൊരു ലേഖനം ഞാൻ എഴുതി, ചരിത്രം മാത്രം അങ്ങോട്ട് എഴുതി. അതിനെതിരെ ഒരു ഗവൺമെൻറ് തന്നെ 5 കൊല്ലം കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്, കൊല്ലങ്ങളോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എന്നിട്ട് കേരളത്തിലെത്തി ഇവിടെ ഒരു വലിയ ഉത്സവം സംഘടിപ്പിക്കുന്നുണ്ട്, ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അവിടെ കൊണ്ടുവന്ന് പറഞ്ഞ് മലയാളികൾ സമ്മതിച്ചു കഴിഞ്ഞു കേരളത്തിലെ വൈക്കം സത്യാഗ്രഹം തുടങ്ങി നടത്തി വിജയിച്ചത് പെരിയാറാണ് എന്ന് മലയാളികൾ സമ്മതിച്ചു കഴിഞ്ഞു. കേരള ചീഫ് മിനിസ്റ്റർ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന് ഈ ഫിക്ഷനെതിരായിട്ട്, ഈ ഭാവനയ്ക്കെതിരായി എഴുത്തുകാരൻ നിസ്സഹായനാണ്. സത്യം ആവർത്തിച്ച് പറയാൻ മാത്രമേ എഴുത്തുകാർക്ക് കഴിയൂ. ഇന്നുള്ള കാലം ചരിത്രം വലിയൊരു ഫിക്ഷനാണ് എന്ന് വായനക്കാരോട് പറയാനാണ് ഞങ്ങൾ ഫിക്ഷൻ എഴുതുന്നത്. ചരിത്ര സത്യം വിളിച്ച് പറയാനല്ല. രാഷ്ട്രീയം വലിയൊരു ഫിക്ഷനാണ്, ഭാവനയുടെ ശക്തി അവിടെയാണ് ഉള്ളത് എന്ന് പറയാനാണ് ഞങ്ങൾ ഫിക്ഷൻ എഴുതുന്നത്. അപ്പോൾ ഇന്നുള്ള ഭാവനയുടെ ശക്തി ഉള്ളത് സാഹിത്യത്തിലല്ല, ഈ സോക്കാൾഡ് ഹിസ്റ്ററിയിലും സോക്കാൾഡ് പോളിറ്റിക്സിലുമാണ്. അതാണ് ഞാൻ ഈ വേദിയിൽ വളരെ ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു എഴുത്തുകാരനായി ഞാൻ സാഹിത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വ്യക്തിപരമായ എഴുത്താണ് കൂടുതൽ മുമ്പോട്ട് നിന്നത്. അതായത് എക്സിസ്റ്റൻഷ്യലിസം, അസ്തിത്വ ദുഃഖം. ഞാൻ വരുമ്പോൾ കാക്കനാടനും മുകുന്ദനും അവിടെ അതുപോലുള്ള എഴുത്തുകാരും ജി നാഗരാജൻ പോലുള്ള എഴുത്തുകാരും വളരെ ശക്തമായി നിന്ന കാലമാണ്. പക്ഷേ അവർ ആർക്കും വ്യക്തിപരമായിട്ട് വലിയ പ്രശ്നങ്ങളുള്ള ആളുകളല്ല എനിക്കറിയാം. കാക്കനാടനോ അല്ലെങ്കിൽ മുകുന്ദനോ എന്ത് അസ്തിത്വ ദുഃഖം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ എനിക്ക് ശരിക്കും അസ്തിത്വ ദുഃഖം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീട് വിട്ട് പോവുകയും ഇന്ത്യ മുഴുവൻ തെണ്ടിത്തിരിയുകയും ഭിക്ഷക്കാരനായിട്ട് ജീവിക്കുകയും കാശിയിലും പഴനിയിലും ഭിക്ഷ ചെടുത്ത് ജീവിക്കുകയും ചെയ്ത ആളാണ്. പക്ഷേ എൻ്റെ പ്രശ്നം അസ്തിത്വ ദുഃഖം ആയിരുന്നില്ല. ഞാൻ കണ്ട ഇന്ത്യയാണ്, ആ ഇന്ത്യയുടെ ചരിത്രവും തത്വചിന്തയും തന്നെയാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അത് എഴുതാനുള്ള ഒരു സാഹിത്യം ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ആധുനികതയുടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. മോഡേണിസത്തെ ഞാൻ കടന്നു പോകാനാണ് ആഗ്രഹിച്ചത്. അപ്പോൾ പോസ്റ്റ് മോഡേൺ തോട്ടുകൾ വന്നു തുടങ്ങിയിരുന്നു. വളരെ ഇരുന്ന് തന്നെ അത് വായിച്ചിട്ടുണ്ട്. പക്ഷേ പോസ്റ്റ് മോഡേണിസ്റ്റിലുണ്ടായിരുന്ന ആ ഡിസ്ട്രക്ഷൻ സ്വഭാവം, അല്ലെങ്കിൽ ആ ഡിലാപ്പിറ്റേഷൻ എന്ന് പറയില്ല, പൊളിച്ചെടുക്കുക എന്നുള്ളത്, അതിലെനിക്ക് താല്പര്യമില്ല. ഞാൻ നിർമ്മിക്കാൻ ആഗ്രഹിച്ച ഒരു എഴുത്തുകാരൻ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫിക്ഷൻ സ്വയം എഴുതിയത്. എൻ്റെ ഫിക്ഷൻ എന്ന് പറയുന്നത് ചരിത്രം എന്ന ഫിക്ഷനെതിരെ, ഈ പറയുന്ന രാഷ്ട്രീയം എന്ന ഫിക്ഷനെതിരെയുള്ള വേറൊരു ഫിക്ഷനാണ്, വേറൊരു ഭാവനയാണ്. ഈ ഭാവനയ്ക്കെതിരെയുള്ള ഭാവനയാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പ്രശസ്തനാവുകയും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയനാവുകയും ചില സമയങ്ങളിൽ അടി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവുകയും ഒളിവിലൊക്കെ ജീവിക്കേണ്ട ചുറ്റോടൊക്കെ വരികയും ചെയ്തത്. പക്ഷെ തുടർന്ന് ഒരു ഇടപെടൽ എൻ്റെ എഴുത്തിലുണ്ട്. ആധുനിക എഴുത്തുകാർക്ക് ഒരു ഒറ്റപ്പെടലുണ്ട്. എവിടെയും അവിടെ മാസ് ആളുകൾ ആരും വായിക്കില്ല. ആധുനിക സാഹിത്യം വായിക്കാൻ പറ്റില്ല. കാരണം ആ പ്രശ്നം ജനങ്ങളുടെ പ്രശ്നമല്ല, മറിച്ച് ഞാൻ എഴുതുന്നത് തമിഴ്നാട്ടിൻ്റെ ചരിത്ര പ്രശ്നം തന്നെയാണ്, രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്, ധാർമ്മിക പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് എൻ്റെ കൃതിയിൽ കൂടുതൽ പ്രശസ്തമാകുന്നത്, കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്.
ഒരു എഴുത്തുകാരനായി കൂടുതൽ എൻ്റെ മുൻഗാമികൾ ഒരാൾക്കുണ്ടായിരുന്നതല്ലാത്ത ഒരു പ്രശസ്തി എനിക്കുണ്ടാവുകയും ചെയ്തു.